സോ നെക്സ്റ്റ് ഒരു ആർട്ടിക്കിളാണ് നമുക്ക് മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്, ഹൗ ടു ബിക്കം എ ഫുഡ് റൈറ്റർ. സോ ബിക്കമിങ് എ ഫുഡ് റൈറ്റർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് എഴുതിയാൽ മാത്രം പോരാ, ആർട്ടിക്കിൾസ് എഴുതാൻ നല്ലപോലെ അറിഞ്ഞാൽ മാത്രം പോരാ അല്ലേ. വേൾഡ് ഓഫ് ഫുഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിട്ടിരിക്കണം. അതായത് കിച്ചണിൽ നമ്മൾ തന്നെ സ്വയം എക്സ്പെരിമെൻറ്റേഷൻസ് കണ്ടക്ട് ചെയ്യുക, ന്യൂ റെസിപ്പീസൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യുക, കോൺസ്റ്റൻ്റ്ലി നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിഷസൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുക. ഇതെല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇമ്മേഴ്സ്ഡ് ആയിട്ടിരിക്കണം. അപ്പോൾ ഫുഡ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവർ ഫുഡിലും സ്റ്റോറി ടെല്ലിങ്ങിലും പാഷനേറ്റ് ആയിരിക്കും. ഫുഡിനെക്കുറിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോറി ടെല്ലിങ്ങിലും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഫുഡ് റെസിപ്പി എഴുതണം എന്നല്ലെങ്കിൽ നമ്മൾ ഫുഡിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് എഴുതണം എന്നും അറിഞ്ഞിരിക്കണം, ഫുഡിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. സോ ദേ ഷുഡ് ബി പാഷനേറ്റും ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളിലും. ഇത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് വേണം അവർ എന്ത് ചെയ്യാൻ, എഴുതാൻ. അപ്പോൾ എന്താണ് ഫുഡ് റൈറ്റിംഗ്? ഫുഡ് റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഫുഡിനെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുക. അതാണ് ഫുഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ റൈറ്റിംഗ് പോലെ വളരെ പ്ലെയിൻ അല്ലെങ്കിൽ ഫാക്റ്റുകൾ മാത്രം എഴുതുന്നതല്ല ഈ ഫുഡ് റൈറ്റിംഗ്. വളരെ നമ്മൾ ആ എഴുതുന്നതിൽ പോലും വളരെ വെറൈറ്റിയൊക്കെ യൂസ് ചെയ്ത്, വിവിഡായിട്ട് ഫ്ലേവർഫുള്ളായിട്ട് ആ റൈറ്ററിൻ്റെ എന്തൂസിയാസം നമുക്ക് കാണാൻ സാധിക്കണം ഈ ഫുഡ് റൈറ്റിങ്ങിനകത്ത്. പല ഫോംസിൽ ഫുഡ് റൈറ്റിംഗ് അപ്പിയർ ചെയ്യാം. റൈറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഓഡിയൻസിനനുസരിച്ച് പല രീതിയിൽ എഴുതാം. ഇനി ടൈപ്സ് ഓഫ് ഫുഡ് റൈറ്റിംഗ് ആണ്. സെവറൽ വേസ് ഓഫ് ഫുഡ് റൈറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ റെസ്റ്റോറൻറ്റ് റിവ്യൂസ് നമുക്ക് കൊടുക്കാം. അതും ഒരു ഫുഡ് റൈറ്റിംഗ് മെത്തേഡാണ്. അതായത് ക്രിട്ടിക്സ് എന്ത് ചെയ്യുന്നു, റെസ്റ്റോറൻറ്റ്സിനെ പോയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഫുഡ് ക്വാളിറ്റി, സർവീസും പ്രൈസസും എല്ലാം എഴുതുന്നു. അതിനെക്കുറിച്ചൊരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഫുഡ് ആർട്ടിക്കിൾസ്. ഫുഡിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് എഴുതാം. ലോങ്ങർ എസ്സേസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എഴുതാം. പുതിയ ട്രെൻഡുകളെക്കുറിച്ച്, ഇൻഗ്രീഡിയൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫുഡ് കൾച്ചറിനെ കുറിച്ച്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫുഡ് മെമ്മോയർസ് ആണ്. പേഴ്സണൽ സ്റ്റോറീസ് അല്ലെങ്കിൽ എസ്സേസ് സ്പെസിഫിക് ഡിഷിനെ കുറിച്ചോ ക്വിസീനെ കുറിച്ചോ ഒക്കെ എഴുതുന്നത്. അടുത്തത് ബ്ലോഗ് ആൻഡ് റെസിപ്പി റൈറ്റിംഗ് ആണ്. അതായത് എങ്ങനെ റെസിപ്പീസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്സ് ബ്ലോഗ്സിന് വേണ്ടിയോ മാഗസീൻസിന് വേണ്ടിയോ നമ്മൾ എഴുതുന്നത്. ഇതൊക്കെയാണ് ബ്ലോഗ് ആൻഡ് റെസിപ്പി റൈറ്റിംഗ്. നെക്സ്റ്റ് വൺ ഇസ് കുക്ക് ബുക്സ്. കുക്ക് ബുക്സ് എന്ന് വെച്ചാൽ അറിയാലോ, റെസിപ്പീസിൻ്റെ എല്ലാം കളക്ഷൻസ്. അതിനകത്ത് സ്റ്റോറീസും റീഡേഴ്സിന് വേണ്ടിയുള്ള കുറച്ച് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. സോ സെവറൽ വേസ് ടു, അതായത് 7 വേസ് ഓഫ് അല്ലെങ്കിൽ 7 ടൈപ്സ് ഓഫ് ഫുഡ് റൈറ്റിംഗ് ആണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ ഹൗ ടു ബിക്കം എ ഫുഡ് റൈറ്റർ. അതിനൊരു ഫിക്സഡ് ഫോർമുലയൊന്നുമില്ല ഫുഡ് റൈറ്റർ ആവുന്നതിന്. ഈ കരിയറിലോട്ട് ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടി വരുന്ന ആളുകളായിരിക്കത്തില്ല, ഒരു ഫുഡ് റൈറ്റർ ആവാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആളുകളായിരിക്കത്തില്ല. ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കരിയേഴ്സിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നവരായിരിക്കും മിക്കവാറും ഉള്ളവർ. ചിലർ ഷെഫായിരിക്കും, ചിലർ ജേർണലിസ്റ്റുകളായിരിക്കും, ചിലർ ഹോബി ബ്ലോഗേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ കുറച്ച് സ്റ്റെപ്സും സ്കിൽസും ഒക്കെ നമ്മൾ ചില സർട്ടൻ സ്റ്റെപ്സ് ആൻഡ് സ്കിൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു ഫുഡ് റൈറ്റിങ്ങിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈവ് ഇൻ ടു culinary എഡ്യൂക്കേഷൻ. സ്ട്രോങ് റൈറ്റിംഗ് സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഹി ഓർ ഷീ ഷുഡ് നോ എന്താണ്, കുക്കിംഗ് ആൻഡ് ഫുഡ് ടെക്നിക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഫുഡ് റൈറ്റിംഗ് കുറച്ചും കൂടി ക്രെഡിബിൾ അല്ലെങ്കിൽ ഒതൻറ്റിക് ആയിട്ട് മാറത്തുള്ളൂ. അതായത് കുക്കിംഗ് അല്ലെങ്കിൽ culinary എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം. ഫോർമൽ എഡ്യൂക്കേഷൻ മാൻഡേറ്ററി അല്ല, ബിക്കോസ് മെനി ഫുഡ് റൈറ്റേഴ്സ് ജേർണലിസവും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ ഒരു ഫീൽഡിലോട്ട്. ഒരു culinary സ്കൂൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അവരിവിടെ എസ്കഫിയ എന്ന് പറഞ്ഞ ഒരു culinary സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം കുക്കിംഗ് ടേംസിനെ കുറിച്ചും ഫുഡ് പ്രിപ്പറേഷൻ മെത്തേഡ്സിനെ കുറിച്ചും ഈ ഒരു കുക്കിംഗ് വേൾഡ് അല്ലെങ്കിൽ culinary വേൾഡിനെ കുറിച്ചുള്ള ബിസിനസ് സൈഡും എല്ലാം ഇവർ ഈ സ്കൂളിനകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റിംഗ് കുറച്ചും കൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നും ആളുകൾക്ക്. നെക്സ്റ്റ് വൺ ഇസ് ഡിറ്റർമൈൻ യുവർ നീഷെ. അപ്പോൾ ആസ് എ ബിഗിനർ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ടോപ്പിക്സിനെ കുറിച്ച് നമുക്ക് എഴുതേണ്ടി വരും. ബട്ട് ഓവർ ടൈം നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നീഷയെ നമ്മൾ കറക്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ്. ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ നമുക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് അത് മാത്രം ഫോക്കസ് ചെയ്ത് എഴുതിയാൽ മതിയല്ലോ. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്പെസിഫിക് റീഡേഴ്സിനെ അല്ലെങ്കിൽ കമ്പനീസിനെയൊക്കെ അട്രാക്ട് ചെയ്യാനും പറ്റും. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ, ഫാമിംഗ് എങ്ങനെയാണ് ഫുഡ് ക്വാളിറ്റി ഇമ്പാക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തത് സസ്റ്റൈനബിലിറ്റിയെ ഫോക്കസ് ചെയ്ത് എഴുതാം. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുക്കിംഗ് എങ്ങനെ ചെയ്യാം, ലോക്കൽ ഇൻഗ്രീഡിയൻസിനെ എങ്ങനെ നമുക്ക് സോഴ്സ് ചെയ്യാം. പിന്നെ വൈൻ ആൻഡ് ബെവറേജസ്,
ഡ്രിങ്ക്സിലും സ്പിരിറ്റിലും ഒക്കെയുള്ള ഗ്ലോബൽ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, പിന്നെ culinary ട്രാവൽ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സിലെ ഫുഡ് എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് ട്രാവൽ ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. ടെക്നീക്സ് ആൻഡ് ടൂൾസ്, ന്യൂ കുക്കിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് പരിചയപ്പെടുന്നത്. പിന്നെ ഫുഡ് സ്റ്റാർട്ടപ്സ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള culinary ബിസിനസ്സുകൾ. പിന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, അത് ഡയറ്റിനെ കുറിച്ചും വെൽനസിനെ കുറിച്ചും എഴുതുന്നത്. ഇതിലേതെങ്കിലും 1-2 ഏരിയാസ് ഫോക്കസ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റും എന്നാണ് പറയുന്നത്. മൂന്നാമത്തേന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം നമുക്ക്, നമ്മുടെ വർക്ക് നമുക്ക് ഷോക്കേസ് ചെയ്യാൻ, ക്ലയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി നമുക്ക് അവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും. ലൈക്ക് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ്, നമ്മുടെ ഫോക്കസ് എന്താണെന്ന് എഴുതാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് യു ക്യാൻ ഷെയർ യുവർ ബെസ്റ്റ് വർക്ക്. അപ്പോൾ ഒരു ഫുഡ് ബ്ലോഗ് തുടങ്ങുന്നത് നല്ലതായിരിക്കും. നമ്മുടെ റൈറ്റിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യാനും റെസിപ്പീസും സ്റ്റോറീസും ഒക്കെ ഷെയർ ചെയ്യാനും ഒക്കെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിനെയും നമുക്കൊരു ക്രെഡിബിലിറ്റി കിട്ടും ഓഡിയൻസിൻ്റെ ഇടയിൽ. ഒരു ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്താലും മതി. ഇപ്പോൾ ഓൾറെഡി നമ്മൾ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ സെക്ഷൻ നമ്മുടെ വെബ്സൈറ്റിലെ പോർട്ട്ഫോളിയോ സെക്ഷനിൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് ഡിസ്പ്ലേ കാണിക്കാം. ലിങ്ക് കൊടുക്കാം, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം, അല്ലേ, ഓരോ പ്രോജക്റ്റിൻ്റെയും കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറയാം. അപ്പോൾ ഇത് ഓഡിയൻസിനാണെങ്കിലും എഡിറ്റേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻസിന് നമുക്കിത് പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത്. പിന്നെ പിച്ച് ടു പബ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ കുറേ ഫ്യൂ സാമ്പിൾസും വെബ്സൈറ്റും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മാഗസീൻസിലോട്ട്, ന്യൂസ് പേപ്പേഴ്സിലോട്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലോട്ട് നമ്മുടെ ഐഡിയാസ് കൊടുക്കാം. ഓരോ പബ്ലിക്കേഷനും ഓരോ റൂൾസ് ആണുള്ളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, സബ്മിഷന് വേണ്ടി. ചിലർക്ക് ഔട്ട്ലൈൻ വേണം, എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്യും. ചിലർക്ക് ഫോട്ടോസ് വേണം, സാമ്പിൾ ടൈറ്റിൽസ് വേണം. അപ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മളൊരു ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് ഓരോ രീതിയിൽ സബ്മിഷൻസ് ആ റൂൾസിനനുസരിച്ച് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും. അറ്റ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഐഡിയാസ് കൊടുക്കുന്ന കുറച്ച് സ്കാരി ആയിട്ട് തോന്നും, പിന്നീട് പ്രാക്ടീസ് കൊണ്ടും നമുക്കിത് ഈസി ആയിട്ട് തോന്നും. നെക്സ്റ്റ് വൺ ഇസ് കണക്ട് വിത്ത് ഫെല്ലോ ഫൂഡീസ്. അതായത് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കരിയർ ബിൽഡ് ചെയ്യുന്നതിൽ വളരെ ഒരു ഹ്യൂജ് റോളാണുള്ളത് ആസ് എ ഫുഡ് റൈറ്റർ. ഇപ്പോൾ ഫുഡ് ഈവൻറ്റ്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാം, culinary ഗ്രൂപ്പ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാം, വേറെ റൈറ്റേഴ്സുമായിട്ട് ഷെഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, കൊളാബറേഷൻസും ജോബ് ഓപ്പർച്യൂണിറ്റീസും ഒക്കെ നമുക്ക് അതുവഴി കിട്ടും. അപ്പോൾ ഈ കോൺടാക്റ്റ് വഴി നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വർക്ക് കിട്ടണമെന്നില്ല, പക്ഷേ എന്നാലൊരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഈ ഫുഡ് കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു വിസിബിലിറ്റി കിട്ടും, നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ആളുകൾ അറിയുന്നുണ്ട് എന്നുള്ളൊരു ഇതെങ്കിലും കിട്ടും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ബിക്കമിങ് എ ഫുഡ് റൈറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ബോത്ത് ഫുഡ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫുഡ് റൈറ്റിംഗ് ഒരു എക്സൈറ്റിംഗ് കരിയർ ചോയ്സ് ആണെന്നാണ് പറയുന്നത്. ഒരു culinary സ്കൂളിൽ നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, കുക്കിങ്ങിനെ കുറിച്ചും ഫുഡ് കൾച്ചറിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഡീപ്പൻ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൾസോ നമുക്ക് റൈറ്റിങ്ങിലൂടെ നമുക്ക് കുറച്ചും കൂടി നോളജും എൻഗേജിങ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ റൈറ്റിംഗ് സ്കില്ലും culinary പാഷനും കുറച്ച് ഡിറ്റർമിനേഷനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വി ക്യാൻ ഫുൾഫിൽ അവർ കരിയർ ആസ് എ ഫുഡ് റൈറ്റർ. ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്.